ഈ പൂക്കോട് സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് അതിദാരുണമായ സംഭവമാണ് നടന്നിട്ടുള്ളത്. ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള പാർട്ടിയും അതേപോലെ നിയമ സംവിധാനങ്ങളൊക്കെ SFIക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം SFI സംസ്ഥാന സെക്രട്ടറി 4 പേരെ നടപടിയെടുത്തു എന്നുള്ള രീതിയിൽ പറയുകയുണ്ടായി. ഏത് 4 പേരെയാണ്? വെറുതെ മാധ്യമങ്ങളെ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ വാമൂടിക്കെട്ടുന്നതിന് വേണ്ടിയിട്ട് അത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള 18 പേരും SFIയുടെ പ്രവർത്തകരാണ്. ഇതിൽ പുറത്താക്കി ക്യാമ്പസിൽ നിന്ന് നടപടിയെടുത്ത 4 പേര് പ്രഥമ ദൃഷ്ട്യാ തന്നെ അതിൽ അമലിഷാൻ SFIയുടെ യൂണിറ്റ് സെക്രട്ടറിയാണ്. അരുൺ കെ യൂണിയൻ ചെയർമാനാണ്. ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്ത അഭിഷേക് യൂണിയൻ സെക്രട്ടറിയാണ്. കാശിനാഥൻ, ആസിഫ് ഖാൻ അസോസിയേഷൻ മെമ്പേഴ്സാണ്. സിനോജ് SFIയുടെ നേതൃത്വത്തിലുള്ള ആളാണ്. അതേപോലെ വൈത്തിരി ലോക്കൽ ഏരിയ കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ പ്രതികളായിട്ട് ഉണ്ട്. 7ഓളം പേർക്ക് SFIയുടെ സജീവ ഉത്തരവാദിത്വമുണ്ട്. ആ സമയത്താണ് SFI സംസ്ഥാന സെക്രട്ടറി 4 പേർക്കെതിരെ നടപടിയെടുത്തു എന്നുള്ള രീതിയിൽ കള്ളപ്രചരണം നടത്തുന്നത്. അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് SFIയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിന് പിന്തുണക്കുന്ന രീതിയിലാണ് DYSPയുടെ ഇന്നത്തെ പരാമർശം. ക്യാമ്പസ് SFIയുടെ മോണോപ്പൊളി ക്യാമ്പസാണ്. ഈ ക്യാമ്പസിനകത്ത് SFI മാത്രമേ ഉള്ളൂ. SFIയുടെ യൂണിറ്റ് സെക്രട്ടറിയും യൂണിയൻ ചെയർമാനും ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികളായത് SFIയുടെ പരസ്യ വിചാരണ മൂലമാണ്. ഇതിന് കൂട്ടുനിൽക്കുന്നത് ഡീനാണ്. ഡീൻ എന്ന് പറയുന്ന ഡോക്ടർ MK നാരായണൻ. അദ്ദേഹം SFIയുടെ സജീവമായിട്ട് പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം ചിയർ വിത്ത് SFI എന്നുള്ള പ്രോഗ്രാം ഇനാഗ്രേഷൻ ചെയ്തത് ആ ഡീനാണ്. അതേപോലെ മറ്റ് SFIയുടെ പല പരിപാടികൾക്കും ഈ ഡീൻ പങ്കെടുത്തിട്ടുണ്ട്. SFIയുടെ സമൂഹ മാധ്യമങ്ങൾ ഇത് പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ആ ഡീനാണ് ഈ കഴിഞ്ഞ ദിവസം ഈ റാഗിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഹോസ്റ്റൽ വാർഡൻ എന്ന് പറയുന്നതും ഇതേ ഡീൻ തന്നെയാണ്. ആ ഡീനാണ് ഇത്തരത്തിലുള്ള ആളുകളെ സംരക്ഷിക്കുന്നത്. SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെ സംരക്ഷിക്കുന്നത്. ഇവർക്ക് പിന്തുണ നൽകുന്നത്, ഇവരെ ഒളിവിൽ പാർപ്പിക്കാൻ സഹായിക്കുന്നത് CPMന്റെ ജില്ലാ സെക്രട്ടറി ഗഗാറിനാണ്. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന് കൃത്യമായിട്ടുള്ള പിന്തുണ നൽകുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഒളിവിൽ താമസിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഡീൻ അടക്കമുള്ളവരെ പ്രതിയേർക്കണമെന്നാണ് ABVPയുടെ ആവശ്യം. കേരള പോലീസ് 12 ദിവസമായിട്ട് ഇരുട്ടിൽ തപ്പുകയാണ്. 18 പ്രതികളിൽ 12 പേരെ ഇതുവരെയും അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടില്ല. അതേപോലെ തന്നെ കേരള പോലീസ് 18 പേരെ FIR ചേർത്ത സമയത്ത് സർവകലാശാല 12 പേർക്കെതിരെ മാത്രമേ റാഗിങ്ങിന് പരാതി സ്വീകരിച്ചിട്ടുള്ളൂ. 12 പേർക്കെതിരെ മാത്രമേ നടപടിയെടുത്തുള്ളൂ. 6 പേരെ ഇതുവരെ പ്രതിയേർക്കാൻ സർവകലാശാല നടപടിയെടുക്കാൻ പോലും തയ്യാറായിട്ടില്ല. ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് SFIയും ഇവിടുത്തെ സർക്കാരും കൂട്ടുനിന്നുകൊണ്ടാണ് ഇതിനു വേണ്ടിയിട്ടുള്ള വിടുപടി ചെയ്യുന്നത്. തീർച്ചയായിട്ടും സമരമായിട്ട് ABVP മുന്നോട്ട് പോകും. ഈ ഏകദിന ഉപവാസം ABVP ആരംഭിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ സിദ്ധാർത്ഥിന്റെ അച്ഛനമ്മമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വലിയ സമരപരിപാടികളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് ABVP തീരുമാനിച്ചിട്ടുള്ളത്.